മുൻ വർഷങ്ങളിൽ കാൽനടയായി കയറി വന്നിരുന്ന വഴിയാണ് ഇത്. ഇപ്പോൾ ഈ വഴിയുടെ പ്രാരംഭത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വഴിയിലൂടെ നടന്നു വന്ന് അവസാനം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ട പുതിയ റോട്ടിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് പുതിയ വഴി സംവിധാനിച്ചിരിക്കുന്നത്. 4 ഭാഗത്തും കരിമ്പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ താഴ്വാരം, ഇവിടെയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. ഏകനായി സർവാധിപനായ തമ്പുരാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വേള മലക്കുകളുടെ നേതാവായ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യപ്രവാചകൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. പിന്നീട് അണച്ചുകൂട്ടിക്കൊണ്ട് ഇഖ്റ വായിക്കുക എന്ന അമരശബ്ദത്തിൻ്റെ പ്രാരംഭം കുറിച്ചതും ഈ പരിശുദ്ധമായ മലയുടെ മുകളിൽ വെച്ചാണ്. എത്ര ആധുനിക സംവിധാനം ഒരുക്കിയാലും റോഡ് മാർഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെങ്കുത്തായ പാറയാണ്, ഒരൊറ്റ പാറ പോലെ തോന്നിക്കുന്ന പാറ. ആ പാറയിലേക്ക് വാഹന ഗതാഗതം, റോഡ് സൗകര്യമൊരുക്കുക ഏറെ ക്ലേശകരമായതുകൊണ്ടായിരിക്കാം റോഡ് മാർഗം ഇവിടെ അവസാനിപ്പിച്ചത്. യാത്രക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും പെറുക്കാൻ പ്രത്യേകമായി ഗവൺമെൻറ് ആളെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ മലയുടെ മുകളിലും. ഈ കരിമ്പാറക്കെട്ടിന് മുകളിലേക്കാണ് ദിനേനെ തൻ്റെ പ്രിയതമന് ഭക്ഷണപ്പൊതിയുമായി ഖദീജ എന്ന് പറയുന്ന 55 വയസ്സുകാരിയായ മധ്യവയസ്ക എത്തിച്ചേർന്നിരുന്നത്. ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ എത്രയെത്ര പുണ്യാത്മാക്കളുടെ പാദസ്പർശം കൊണ്ടാണ് ഈ പ്രദേശം പുളകിതമായിട്ടുണ്ടാവുക. ഓരോ യാത്രകളിലും ഈ മല ചവിട്ടിക്കയറാറുണ്ടെങ്കിലും അപ്പോഴൊക്കെയും കയറാൻ തിരഞ്ഞെടുക്കുന്ന സമയം പ്രഭാത സമയമായിരുന്നു. ഇന്ന് പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേര സമയമാണ് തിരഞ്ഞെടുത്തത്. ദൂരെ കാണുന്ന ആ കെട്ടിട സമുച്ചയങ്ങൾക്കിടയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 5 മണിക്കാണ് യാത്ര ആരംഭിച്ചത്. ഏകദേശം കാൽഭാഗം ദൂരത്തോളം പുതിയ വിഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഒരുക്കിയ റോട്ടിലൂടെയും സമാന്തരമായി കാൽനട യാത്രക്കാർക്കുള്ള വഴിയിലൂടെയും സഞ്ചരിച്ച് പഴയ വഴി സന്ധിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനിയും മുകളിലേക്ക് യാത്ര പോകാനുണ്ട്. കവി പറഞ്ഞതുപോലെ ഇനിയും മൈലുകൾ മുന്നോട്ട് ഗമിക്കാനുണ്ട്.